ഷമേ, മുക്കത്ത് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും യുവതി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയൊക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഞെട്ടലോടെയാണ് കണ്ടത്. അതിൻ്റെ മുതലാളി ദേവദാസ് അദ്ദേഹം പറയുന്നുണ്ട്, അയാൾ പറയുന്നുണ്ട് അങ്കിളാണ് മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അയാളെ പിടികൂടിയിട്ടുണ്ട്. അയാൾ ഈ കാറ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് പോലീസ് പിടിച്ചത്. ഇപ്പോൾ അയാളുടെ കൂടെ 2 പേരുണ്ടായിരുന്നു, സുരേഷും റിയാസും. അപ്പോൾ അവരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എന്താ അതിൻ്റെ വിശദാംശങ്ങൾ ആ കേസിൻ്റെ? ഇതിപ്പം കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 11 മണിക്ക്. ഇത് മാമ്പറ്റയിലുള്ളതാണ്, മുക്കം മാമ്പറ്റ. മാമ്പറ്റയിലാണ് ഈ സങ്കേതം എന്ന് പറയുന്ന സ്ഥാപനം, ഹോട്ടൽ. ഇവിടെ വേറെയും വനിതകളുണ്ട്, ജീവനക്കാരുണ്ട്. വേറെയും ജീവനക്കാർ, സ്ത്രീകളായിട്ടുള്ള ജീവനക്കാർ വേറെയും ഉണ്ട്. അപ്പോൾ ഈ സംഭവം നടക്കുന്ന ദിവസം ഈ സ്ത്രീകൾക്കെല്ലാം കൂടെ, അവിടുത്തെ ജീവനക്കാരികൾക്കെല്ലാം കൂടെ ഒരു താമസ സ്ഥലമാണ് ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ 1ാം നിലയിലാണ് ഈ പെൺകുട്ടി ഉണ്ടായിരുന്നത്, ഫസ്റ്റ് ഫ്ലോറിൽ. അപ്പോൾ അന്നേ ദിവസം ഈ താമസിക്കുന്ന സ്ഥലത്ത് ഈ പെൺകുട്ടി മാത്രമാണ്. പയ്യന്നൂർ സ്വദേശിനിയാണ്, 29 വയസ്സുണ്ട്. ഈ പെൺകുട്ടി തനിച്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇതൊക്കെ ഈ ആ പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ്, യുവതിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ തനിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കുട്ടി വീഡിയോ ഗെയിം കളിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു, ക്യാമറ ഓൺ ആയിരുന്നു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ആ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുടുംബം പുറത്തു വിട്ടു. ആ പെൺകുട്ടിയുടെ കുടുംബം തന്നെ പുറത്തു വിട്ടു. അതിനകത്ത് പെൺകുട്ടി ആ വീഡിയോയിൽ ഞാൻ കേട്ട വാക്കുകൾ എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ, അത് 2 തവണ ആ വാക്ക് ആവർത്തിക്കുന്നുണ്ട്. 2 തവണ അല്ല, അത് പലതവണ ഈ സാധനം ഇങ്ങനെ പറയുന്നുണ്ട്, ഈ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ മറുപടി, അതായത് ദേവദാസിൻ്റെ മറുപടി, അങ്കിളാണ് പേടിക്കേണ്ട. ഇദ്ദേഹം നൽകിയ മറുപടി, അങ്കിൾ ഇന്നലെ ഇതൊക്കെ പറഞ്ഞതല്ലേ, ഒച്ചയുണ്ടാക്കിയാൽ എൻ്റെ മാനം പോകും. ഇതാണ് ഇതിലെ ഏറ്റവും വീണ്ടും ആ പെൺകുട്ടി പറയുന്നുണ്ട്, എന്നെ വീട്, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് വീണ്ടും ആ പെൺകുട്ടി. ഇതിന് ശേഷമാണ് ഈ പെൺകുട്ടി കെട്ടിടത്തിന് മുകളിൽ നിന്ന് യുവതി എടുത്തു ചാടുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സുരേഷ്, റിയാസ്, ഇത്രയും പേരാണ് ആ ശനിയാഴ്ച രാത്രിയിൽ അവിടേക്ക് കയറി ചെന്നത്. എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് ബാക്കിയുള്ളവർ അവധിയിൽ പോയതായിരിക്കാം. ഈ യുവതി ചേർക്കുന്നുണ്ട് ഈ സംഭവത്തെ. ആ വീഡിയോയിൽ ഈ യുവതി ഇതിനെ ചെറുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെയാണ് ഈ യുവതി ഇതിൽ നിന്ന്, ഈ വീട്ടിൽ നിന്നും എടുത്ത് താഴേക്ക് ചാടുന്നത്. അപ്പോൾ ഇന്നിപ്പം അതിനകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്, ഇന്നലെ ഈ ദേവദാസിനെ കുന്നംകുളത്ത് നിന്ന് പോലീസിന് കിട്ടി. റെയിൽവേ സ്റ്റേഷനിൽ കാറ് വിട്ടിട്ട് ബസ്സിൽ പോകുന്നതിനിടെ പോലീസിന് ഇയാളെ ടവർ ലൊക്കേഷനിൽ കിട്ടി. മുക്കം പോലീസിന് ഇയാളുടെ ടവർ ലൊക്കേഷൻ കിട്ടുകയും ഇയാളെ കുന്നംകുളത്തിട്ട് പോലീസ് പിടികൂടുകയും ചെയ്തു കഴിഞ്ഞ ദിവസം. ഇതിനുശേഷം ഇയാളുടെ തെളിവെടുപ്പ് നടത്തി ഇയാളിപ്പോൾ റിമാൻഡിലാണ്. ഈ ദേവദാസ് ഇപ്പോൾ റിമാൻഡിലാണ്. പിന്നുള്ള സുരേഷും റിയാസും അവരെയാണ് ഇന്നിപ്പോൾ താമരശ്ശേരി കോടതിയിൽ പോയി കീഴടങ്ങിയത്. 2 പേരും താമരശ്ശേരി കോടതിയിൽ പോയി കീഴടങ്ങിയായിരുന്നു. അവരെയും പോലീസ് ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അവരെ 2 പേരെയും പോലീസ് കസ്റ്റഡി ആപ്ലിക്കേഷൻ വെച്ചില്ല. പോലീസ് പറയുന്നത് ഈ 3 പേരെയും കൂടി ഒരുമിച്ച് കസ്റ്റഡിയിലെടുക്കാം എന്നുള്ളൊരു തീരുമാനമാണ് നിലവിൽ പോലീസിനുള്ളതെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി ഇതിൽ നിന്ന് ചാടിയപ്പോൾ അതായത് നാട്ടുകാർ ഈ നിലവിളിയും ബഹളവും ഒക്കെ കേട്ട് പ്രദേശവാസികൾ അവിടേക്ക് ഓടി വരുമായിരുന്നു. മാത്രമല്ല സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് നാട്ടുകാരുടെ ഒരു ശ്രദ്ധ ഈ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതിനുശേഷം ഈ പെൺകുട്ടിയുമായി നാട്ടുകാരാണ് മണ്ണാശ്ശേരി ആശുപത്രിയിലേക്ക്, സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. മണ്ണാശ്ശേരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ഈ പെൺകുട്ടിയുടെ ഇടുപ്പെല്ലിനും നട്ടെല്ലിനും ഫ്രാക്ചർ ഉണ്ട് എന്ന് മനസ്സിലാക്കി നാട്ടുകാർ തന്നെ ഈ പെൺകുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കൊടുത്തു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ആദ്യ ഘട്ടത്തിൽ ഈ പെൺകുട്ടിയിൽ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്നില്ലായിരുന്നു. ആരാണിത് ചെയ്തത് എന്നുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്നില്ലായിരുന്നു. പിന്നീട് ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിൽ നിന്നും ലീക്കായ ആ ദൃശ്യം വഴിയാണ് ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ളത്, ആ റൂമിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ള വിവരം വരുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം പോലീസ് ഒരു മൊഴിയെടുപ്പ് ഈ യുവതിയുടെ നടത്തി. അതിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഈ യുവതി ഉള്ളത്. അപ്പോൾ ആ മെഡിക്കൽ കോളേജിലുള്ള യുവതി പോലീസിനോട് പറഞ്ഞത്, ഈ ശനിയാഴ്ച ദിവസം രാത്രിയിൽ താൻ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കവേ
ഇവർ അവിടേക്ക് വന്നു. അപ്പോൾ ഇദ്ദേഹം മാത്രമാണ് എന്നുള്ള ധാരണയിൽ പിന്നെ കതക് തുറന്നവർ ഈ 3 പേരും കൂടെ കടന്ന് മുറിയിലേക്ക് അസ്വാഭാവികമായ രീതിയിൽ കയറി വന്നു. അത് നേരത്തെയും തന്നെ സ്വാധീനിക്കുവാൻ വേണ്ടി ഈ പയ്യന്നൂരത്തുള്ള ഈ യുവതി കഴിഞ്ഞ 3 മാസമായിട്ടാണ് ഈ സങ്കേതത്തിൽ ജോലിക്കെത്തിയത്. അപ്പോൾ ഈ സങ്കേതത്തിൽ ജോലിക്കെത്തിയ ശേഷം വന്ന ശേഷം മുതൽ ഈ ഉടമയായിട്ടുള്ള ദേവദാസ് ആ യുവതിയെ വശത്താക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു, പ്രലോഭനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു എന്ന് ആണ് യുവതി പോലീസിന് നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ താഴേക്ക് വീണ തന്നെ റിയാസ് പിന്നെ ശരീരത്തിലൂടെ എടുത്ത് വീണ്ടും കെട്ടിടത്തിനുള്ളിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയതും താൻ അലറി ആ സമയത്ത് വിളിച്ചെന്നും ഈ യുവതി പറയുന്നുണ്ട്. പിന്നെ 2 ദിവസത്തിന് ശേഷം ഈ ഒളിവിൽ ഇരിക്കെ തന്നെ ദേവദാസ് ഈ കുടുംബവുമായി ബന്ധപ്പെടാനൊരു ശ്രമം നടത്തുകയുണ്ടായി. അതായത് ഈ യുവതി വന്നത് ഒരു ഏജൻറ്റ് വഴിയാണ് ഈ സ്ഥലത്തേക്ക് ജോലിക്കായി എത്തിയത്, ഈ സങ്കേതത്തിൽ ജോലിക്കായി എത്തിയത്. അപ്പോൾ ജോലിക്കായി എത്തുന്ന സമയത്ത് ഈ പറയുന്ന ഏജൻ്റ് ഉണ്ടല്ലോ, ഈ ദേവദാസും യുവതിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഏജൻറ്റിനെ ദേവദാസ് വിളിക്കുകയും ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു എന്ന് കുടുംബം പറയുന്നുണ്ട്. അവർ വഴി 3-മതൊരാൾ വഴി ഇത് കണക്ട് ചെയ്ത് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തങ്ങൾ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്നാണ് ഈ യുവതിയുടെ കുടുംബം പറയുന്നത്. പണവും ഇതുമൊക്കെ തന്ന് ഒതുക്കാനുള്ള ഒരു ശ്രമം ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ടെന്ന് ഈ യുവതിയുടെ കുടുംബം പറയുന്നുണ്ട്. അപ്പോൾ അവർ അതിനുശേഷമാണ് ഈ പ്രലോഭനവും ഇത് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമവും നടന്നപ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങൾ ഈ ദൃശ്യം പുറത്തുവിട്ടത്. ഈ ദൃശ്യം മാത്രമല്ല, യുവതിയുടെ ഫോണിലേക്ക് ദേവദാസ് അയച്ച വാട്സപ്പ് മെസ്സേജസ് പൂർണ്ണമായും അവരുടെ പക്കലുണ്ട്, അവരതും പുറത്തുവിടുമെന്ന് പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഇത് പോലീസിന് ഒരുപാട് പേരുദോഷം കേൾപ്പിച്ച ഒരു കേസായിരുന്നു. അതായത് ഈ യുവതി പീഡന ശ്രമത്തിനിടയിൽ ഹോട്ടലിൽ ഈ പറയുന്ന വീടിന് മുകളിൽ നിന്ന് ചാടിയെന്നും പരിക്കേറ്റെന്നും ആശുപത്രിയിലാണെന്നും ഒക്കെയുള്ള വിവരം വന്നപ്പോഴും ഈ കേസിലെ പ്രതികൾ ആരാണെന്ന് തിരിച്ചറിയാൻ പോലീസിന് ആദ്യഘട്ടത്തിൽ സാധിച്ചില്ല. പോലീസിന് സാധിക്കാത്തതാണോ അതോ പോലീസ് ഇത് അറിഞ്ഞിട്ട് പിടികൂടണം എന്ന ലക്ഷ്യത്തോടു കൂടി ചില ഘട്ടങ്ങളിൽ പോലീസ് ഒരു നടപടി സ്വീകരിക്കും. അതായത് പ്രതികളുടെ വിവരം പുറത്തു വിട്ട് കഴിഞ്ഞാൽ പ്രതികൾ പൂർണ്ണമായും മുങ്ങിക്കളഞ്ഞേക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൊണ്ട് പോലീസ് പുറത്തുവിടാതിരിക്കും. ഒന്നാമത്തത് ഈ പറയുന്ന പോലെ പോലീസിന് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന സാഹചര്യവും ഒരു പക്ഷേ ഉണ്ടായേക്കാം. അപ്പോൾ പോലീസ് പരിശോധിച്ചപ്പോൾ പരിചയമുള്ള ആരോ ആണ് അവിടെ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം പോലീസിന് ബോധ്യപ്പെട്ടു. കാരണം ഇവരാരും കതക് തകർത്ത് മുകളിലേക്ക് വന്നവരല്ല. ഈ ഇതിൻ്റെ കതക് തകർത്തുകൊണ്ട് ഇവരാരും കയറി വന്നിരിക്കുകയല്ല. അങ്ങനെയാണ് അവർക്ക് പോലീസിന് ബോധ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഒന്നുകിൽ പരിചയമുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ വീട്ടിൻ്റെ ഉടമ, അല്ലെങ്കിൽ ഈ വീടിൻ്റെ കീ കയ്യിൽ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ, ഇങ്ങനെയുള്ള ആർക്കെങ്കിലുമേ ലോക്ക് തകർക്കാതെ കയറാൻ പറ്റൂ, വീടിനുള്ളിൽ കടക്കാൻ സാധിക്കുകയുള്ളൂ. ലോക്ക് തകർക്കാതെ കയറിപ്പോവുക എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരാൾക്കേ സാധിക്കുകയുള്ളൂ. അല്ലെ അകത്തു നിന്നുള്ള ഒരാൾ ഇത് തുറന്നു കൊടുക്കണം. ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ പോലീസിന് ബോധ്യപ്പെട്ടു ഇത് ആരോ അറിയാവുന്നവരാണ് ഈ ഇതിന് ശ്രമം നടത്തിയിരിക്കുന്നത് എന്നുള്ള പോലീസിന് ബോധ്യപ്പെട്ടു. പോലീസിന് അത് ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് പേരുവിവരം പുറത്തു വന്നില്ല എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിലെ വിമർശനം. മാത്രമല്ല, ചോറ്റാനിക്കരയിൽ ഒരു പെൺകുട്ടി പീഡനത്തിന് ഇരയായി മരണപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് ഈ സംഭവം അരങ്ങേറുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം സംഭവങ്ങൾ വലിയ വാർത്തയാകും. ഒരു വാർത്ത ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് അനുബന്ധമായിട്ടുള്ള വാർത്തകൾ, അതിനെ ശരിവെക്കുന്ന വാർത്തകൾ ഒരുപാട് ഉണ്ടാകും. അതായത് വാർത്തയ്ക്കൊരു പ്രത്യേകതയുണ്ട്. വാർത്തയ്ക്ക് സീസണലാണ്. വാർത്ത എന്ന് പറയുന്നത് സീസണലായിട്ടുള്ള സംഭവമാണ്. ഇപ്പം ഈ കത്തി നിൽക്കുന്ന വാർത്ത എന്ന് പറയുന്നത് തട്ടിപ്പ് കേസാണ്. അതായത് ചീറ്റിംഗ്, ഫ്രോഡ് പരിപാടികൾ, പകുതി പണം നൽകി സാധനം കൊടുക്കുന്ന പരിപാടി, അതാണ് ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു കേസ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, ചീറ്റിംഗ് കേസുകളായിരിക്കും വാർത്തയിൽ വന്നാൽ അത് 1-ാം ഇടം കിട്ടുക. അതായത് മറ്റേ വാർത്തയ്ക്ക് ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഇത്തരം വാർത്തകൾ കയറിപ്പോവും. അതായത് ചില ചാനലുകൾ ക്യാമ്പയിനായിട്ട് തന്നെ തീരുമാനിക്കും. ഒരു പീഡനം അരങ്ങേറുകയാണെങ്കിൽ പിന്നെ പീഡന വാർത്തകളായിരിക്കും ചെയിൻ പോലെ പൊക്കോണ്ടിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളായിരിക്കും പോവുക. ഒരു രാഷ്ട്രീയപരമായിട്ടൊരു അഴിമതി സംഭവിക്കുകയാണെങ്കിൽ, ഇടയ്ക്ക് ശ്രദ്ധിച്ചിട്ടില്ലേ, സഹകരണ ബാങ്കിലെ തട്ടിപ്പ് വാർത്തകൾ വന്നപ്പോൾ ഒരുപാട് സഹകരണ ബാങ്കിലെ തട്ടിപ്പ് കഥകൾ പുറത്തു വന്നു. അല്ലെങ്കിൽ സഹകരണ ബാങ്കിലെ തട്ടിപ്പൊക്കെ ഇല്ലാണ്ടായിപ്പോവും. അതൊന്നും ഒരു വലിയ സംഭവമല്ല. നമ്മുടെ ഈ കൊല്ലം ജില്ലയിൽ
ഒരു ബാങ്കിലെ തട്ടിപ്പ് നടത്തി ഏതാണ്ട് കോടികൾ മറിഞ്ഞിട്ട് കാലങ്ങളായി. അതൊന്നും ഒരു വാർത്തയും ആവാതെ കിടന്നതാണ്. പക്ഷേ ഇപ്പോഴും സാധാരണ ബാങ്കിലെ തട്ടിപ്പ് വന്നപ്പോൾ ഇത്രയും പഴക്കമുള്ള വാർത്തകൾ കത്തിക്കയറി വന്നു. ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിന് വലിയ പോലീസിന് വിമർശനം കേൾക്കാനുള്ള സാഹചര്യം ഞാൻ പറഞ്ഞു. അല്ലാതെ ഈ വാർത്ത വരാൻ പാടില്ല എന്നുള്ള അല്ല ഞാൻ പറഞ്ഞത്. പോലീസിന് വിമർശനം കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് വിമർശനങ്ങൾ പോലീസിന് നേരെ ഉയർന്നു വരികയും പോലീസ് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ദേവദാസ് മുൻകൂർ ജാമ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പിടികൂടുക എന്നൊരു നിർദ്ദേശം കോഴിക്കോട് പോലീസിന്, അവർക്ക് മുക്കത്തെ പോലീസിന് നിർദ്ദേശം ഉണ്ടായിരുന്നു. പിന്നെ ആൻറ്റിസിപ്പേറ്ററിക്ക് പോകുന്നതിന് മുമ്പേ എടുക്കണം. കാര്യം ചോറ്റാനിക്കരയിലെ വാർത്ത കത്തി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. അപ്പം ഈ ഒന്നീ ലോ ആൻഡ് ഓർഡർ ADGP അല്ലെ DGP പങ്കെടുക്കുന്ന മീറ്റിംഗ് എല്ലാ ആഴ്ചയിലും നടക്കാറുണ്ട്. എല്ലാ പോലീസിലെയും മേധാവിമാരെ വിളിച്ചിരുത്തിക്കൊണ്ടുള്ള ഒരു മീറ്റിംഗ്, അത് വീഡിയോ കോൺഫറൻസ് നടക്കാറുണ്ട്. അന്നേരം ഇതിൻ്റെയൊക്കെ കണക്ക് അവർ പറയേണ്ടി വരും. ഇതിനൊക്കെ മറുപടി ഈ PHQയിൽ ഇരിക്കുന്ന ഒന്നീ ലോ ആൻഡ് ഓർഡർ ADGP അല്ലെങ്കിൽ DGP അവരാരെങ്കിലും ഒരാളായിരിക്കും ഇതിനകത്ത് പങ്കെടുക്കുക. ചിലപ്പോൾ രണ്ടുപേരും ഇരിക്കാറുമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടി വരും. അപ്പോൾ വീക്കിലി ഉള്ള മീറ്റിങ്ങിന് മുമ്പേ എങ്ങനെയെങ്കിലും എടുക്കുക എന്നുള്ളതാണ് പോലീസ് അവിടെ നോക്കിയത്. അപ്പോൾ ഈ ദേവദാസിനെ കിട്ടിയിട്ട് പിന്നെ ഒളിച്ചിരിക്കാൻ മറ്റവർക്ക് പറ്റില്ല. ദേവദാസിനെ കിട്ടി 2 ഘട്ടമായി പോയി കീഴടങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ പോലീസ് നടപടി ഘടിപ്പിക്കും. പോലീസിൻ്റെ ഭീഷണി എന്ന് പറയുന്നത് ചെറിയ ഭീഷണിയല്ല. പോലീസ് വീട്ടിലുള്ളവർക്ക് കോള് പോകും, അടുത്ത ബന്ധുവിനൊക്കെ കോള് പോകും. അതായത് പോലീസിനൊരു കാൽക്കുലേഷൻ ഉണ്ട്, നമ്മൾ എവിടെ പോയി ഒളിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം പോലീസിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നതിന് മുമ്പ് നമ്മൾ ആരെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ആ ലിസ്റ്റ് പോലീസ് എടുക്കും. ആ പോലീസ് എടുത്ത ശേഷം പിന്നുള്ള വിളിയൊക്കെ അവർക്കായിരിക്കും. പിന്നെ അതിലേക്ക് വരുന്ന കോളുകളായിരിക്കും പോലീസ് ടാപ്പ് ചെയ്യുക. അതായത് നമ്മുടെ ഫോൺ എന്തായാലും സ്വിച്ച് ഓഫാണ്. അപ്പോൾ മറ്റേ ഈ പറയുന്ന പോലെ നമ്മൾ ലാസ്റ്റ് വിളിച്ചിരിക്കുന്ന ആരാണോ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആരെ വിളിച്ചിട്ടുണ്ടോ അവരുടെ പിന്നീടുള്ള കോളുകളൊക്കെ പോലീസ് ടാപ്പ് ചെയ്യും. അങ്ങനെയാണ് പോലീസ് എടുക്കുന്നത്. അങ്ങനെ ഇവന്മാർക്ക് നല്ല പ്രഷർ വന്നിട്ടുണ്ട്, ഈ സുരേഷിനും റിയാസിനും. ഏതായാലും അവിടെ സംഭവിച്ചിരിക്കുന്ന വ്യക്തത ഇതുവരെ, ഒരു ക്ലിയർ പിക്ചർ ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു റേപ്പ് അറ്റംപ്റ്റ്, പീഡന ശ്രമ കേസെന്നാണ്, മുക്കം പീഡന ശ്രമ കേസെന്നാണ് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിയൽ പിക്ചർ കിട്ടുക എന്ന് പറയുന്നത് ഇനിയും ആ കുട്ടിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് എടുക്കണം. രഹസ്യമൊഴി മജിസ്ട്രേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് നേരിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചെല്ലണം. പരിക്കേറ്റ് കിടക്കുന്ന കുട്ടി എന്തായാലും മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് വിളിപ്പിച്ച് രഹസ്യമൊഴി എടുക്കത്തില്ല. രഹസ്യമൊഴി എടുക്കണമെങ്കിൽ മജിസ്ട്രേറ്റ് അവിടെ പോയി എടുക്കണം. രഹസ്യമൊഴി എടുത്ത ശേഷം പോലീസ് ഒരിക്കൽ കൂടി കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ കഥ എന്നുള്ളത് പൂർണ്ണമായും പുറത്ത് വരികയുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഒരു വ്യക്തത ഇനിയും വരാനുണ്ട്. അപ്പോൾ ഏതായാലും ഈ 3 പ്രതികളെ കിട്ടിയതുകൊണ്ട് പോലീസിന് ആശ്വസിക്കാം. വിമർശനങ്ങൾ നിന്ന് കുറച്ച് മാറി നിൽക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷം പോലീസ് നല്ല വിമർശനം കേൾക്കേണ്ടി വന്നേനെ. പ്രത്യേകിച്ചും രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ഇനിയിപ്പോൾ അധിക കാലം ഇല്ല, എല്ലാം വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം വരാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും പോലീസിന് അങ്ങനെ കയ്യും കെട്ടിയിരിക്കാൻ ഇനി സാധിക്കത്തില്ല. കാരണം ഭരണകക്ഷിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള വിമർശനം പോലീസിന് വന്നു കയറാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പെൺകുട്ടി പീഡനത്തിൻ്റെ ഇരയായി കൊല്ലപ്പെട്ട് തൊട്ടു പിന്നാലെയാണ് ഈ പെൺകുട്ടിക്ക് ഈ ഒരു ദാരുണമായിട്ടുള്ള സംഭവം നേരിടേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ ഇടുപ്പലിന് കാര്യമായ പരിക്കുണ്ട്, ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ട്, കുട്ടിക്ക് നടക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഈ മെഡിക്കലി വരുന്ന റിപ്പോർട്ട്. എന്തായാലും ഇതിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മജിസ്ട്രേറ്റ് വന്ന് രഹസ്യമൊഴി എടുത്ത്, രഹസ്യമൊഴി പിന്നെ പകർപ്പ് പറഞ്ഞണമെങ്കിൽ കുറേ സമയം എടുക്കും. രഹസ്യമൊഴിയുടെ പകർപ്പ് കിട്ടുക എന്ന് പറയുന്നത് എളുപ്പം കിട്ടാൻ സാധ്യത കുറവാണ്. അതൊരു മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്ന ഒഫീഷ്യൽ ജുഡീഷ്യൽ രേഖയാണ്. അതിൻ്റെ പകർപ്പ് കിട്ടുക എന്നുള്ളത് വലിയ പാടാണ്. പക്ഷേ അതിൻ്റെ കണ്ടൻറ്റ് തപ്പിയെടുക്കാൻ ഇരയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ ആപ്ലിക്കേഷൻ കൊടുത്താൽ അതിൻ്റെ പകർപ്പ് കിട്ടും. ഇരയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അതുവഴി അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരും. അല്ലെങ്കിൽ പോലീസ് ഇനി പോയി വീണ്ടും മൊഴി എടുക്കണം. നേരത്തെ ആ കുട്ടി പരിക്കേറ്റ് കിടക്കുന്നത് കൊണ്ട് കൃത്യമായൊരു മൊഴി വന്നിട്ടില്ല. ഇപ്പോൾ അവരുടെ ബന്ധുക്കൾ പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നവർ എന്ന് പറയുന്നത് ഈ 4 പേരാണ്. ഒന്നീ ദേവദാസ്, സുരേഷ്, റിയാസ്, പിന്നെ ഇരയാക്കപ്പെട്ട പെൺകുട്ടി. ഈ 3 പേരും പ്രതികളായതുകൊണ്ട് അവർ സത്യം പറയുമെന്ന്
അതെ, അവർ സത്യം പറയില്ല. സത്യം പറയില്ല. ഇനി പറയാനുള്ളത് ഈ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്ന് വേണം കൃത്യമായിട്ടൊരു കഥ വരാൻ. അതുകൊണ്ടാണ് നമ്മളും യഥാർത്ഥ കഥ വരട്ടെ എന്ന് പറഞ്ഞ് അതെ അതെ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തത്. പക്ഷേ പറയേണ്ട ഘട്ടമാണ്, അതെ അല്ലേ? ശരി.